വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ യു.ഡി.എഫ് മന്ത്രിസഭ അധികാരമേറിയിരിക്കുന്നു. നമുക്കറിയാം, സാധാരണ യു.ഡി.എഫ് അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാറ്. അതൊരു തുടർന്നു പോകുന്നൊരു കാര്യമാണ്, വർഷങ്ങളായി തുടർന്നു പോകുന്നൊരു കാര്യമാണ്. അതുപോലെ ഈ പ്രാവശ്യവും വിദ്യാഭ്യാസ വകുപ്പ് എൻ ഷംസുദ്ദീന് നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ വിദ്യാഭ്യാസം രണ്ട് വകുപ്പായിട്ട് വിഭജിക്കുകയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും അങ്ങനെ. അപ്പോൾ ഇപ്രാവശ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എൻ ഷംസുദ്ദീന് നൽകിയിരിക്കുന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി എം ജോണിന് നൽകുകയുണ്ടായി. വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ഒടുവിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ നൽകിയതിൽ കടുത്ത പ്രതിഷേധം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന്, അതുപോലെ മലബാറിൽ നിന്ന് പൊതുവെ ഉയർന്നിട്ടുണ്ട്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏതാണ്ട് 43% വരുന്നത് ഈ മലബാറിലാണ്. അതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും 63-65% ഭൂവിസ്തൃതി മലബാറിനാണുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ മലബാറിന് കിട്ടുന്ന പ്രാതിനിധ്യം എന്ന് പറയുന്നത് 28.1% മാത്രമാണ്. അതായത് ഗ്രാജുവേഷനിൽ. അതുപോലെ PG കോഴ്സുകൾ ഒക്കെ ഉള്ളത് 23.9%. അപ്പം അത് സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ ഈ 43% വരുന്ന ജനതയ്ക്ക് വളരെ ഒട്ടും യോജിച്ചതല്ല. കടുത്ത അവഗണന മലബാറിനോട് നിലനിൽക്കുന്നു. ഇത് നമുക്കറിയാം, വളരെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ റിസൾട്ട് പുറത്തു വരുമ്പോഴും മലബാറിനോടുള്ള അവഗണന, മലപ്പുറത്തോടുള്ള അവഗണന എന്നുള്ള നിലയ്ക്ക് സീറ്റുകളില്ലാതെ കുട്ടികൾ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ചർച്ചയാണിത്. ഇതിന് വലിയ പരിഹാരമൊന്നും കണ്ടെത്തുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് ശ്രമങ്ങളൊക്കെ മുമ്പത്തെ പിണറായി വിജയൻ സർക്കാരിന് മുമ്പ് വന്ന UDF സർക്കാർ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പിന്നെ മുന്നോട്ട് പോവുകയുണ്ടായില്ല. അതുപോലെ പുതിയ കോഴ്സുകൾ വരികയാണെങ്കിൽ ന്യൂജൻ കോഴ്സുകളൊക്കെ നമുക്കറിയാം, പിന്നെ മധ്യ കേരളത്തിലേക്കും അതുപോലെ തെക്കൻ കേരളത്തിലേക്കുമായിട്ട് പോവുകയാണ്. വടക്കൻ കേരളം പൂർണ്ണമായിട്ട് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സാധാരണ വല്ല ആർട്സ് സബ്ജക്റ്റുകളോ ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒതുക്കി നിർത്തുന്ന ഒരു വളരെ മോശമായിട്ടൊരു അവഗണന ശരിക്കും പറഞ്ഞാൽ മലബാറിനോട് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കിതിനെ വിശദീകരിക്കാൻ കഴിയുക? ഇത് അവഗണനയാണ് ശരിക്കും. മലബാർ എല്ലായ്പ്പോഴും കേരളത്തെ സംബന്ധിച്ചൊരു കോളനി പോലെയാണ് കണക്കാക്കുന്നത്. അതായത് എല്ലാ വികസനത്തിൻ്റെയും അവസാന സ്ഥലമായിട്ട് മലബാറിനെ കാണുന്നൊരു രീതി കേരളത്തിൽ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി എടുത്തൊരു സമീപനം നമ്മൾ നോക്കിയാൽ അറിയാം. ആരോഗ്യമന്ത്രി മുരളീധരൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ട്, പല സംവിധാനങ്ങളും ഉണ്ട്. അതൊരു തലസ്ഥാനം എന്നാണെന്ന് മാത്രമേ ഉള്ളൂ. നാട്ടുകാരും കൂടെ തലസ്ഥാനത്തല്ലല്ലോ പോകുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി ആൾക്കാരും തലസ്ഥാനത്ത് പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊരു ഭരണ തലസ്ഥാനം മാത്രമാണ്. പക്ഷെ അവിടെ രണ്ടാമതൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മലബാറിലെ അവസ്ഥ എന്താ? മലബാറിലെ ആളുകൾ ഇപ്പോഴും മംഗലാപുരത്ത് പോയിട്ടാണ് ചികിത്സാ സൗകര്യങ്ങൾ തേടുന്നത്. അതായത് കേരളം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ മേന്മ ഉണ്ടെന്ന് നടിക്കാറുള്ളൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണ്, ഇവിടെ ആശുപത്രികളില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മംഗലാപുരത്ത് അവരെ കയറ്റിയിരുന്നില്ല, അവർക്ക് ആശുപത്രി സൗകര്യം ലഭിച്ചില്ല. അപ്പോൾ എല്ലാ വികസനവും മലബാറിലേക്ക് നൽകാതെ മുഴുവൻ കാര്യങ്ങളും നേരത്തെ അമ്പിയ ചൂണ്ടിക്കാണിച്ചതുപോലെ പുതിയ കോഴ്സുകൾ, പുതിയ ടെക്നോളജികൾ, പുതിയ ന്യൂജൻ കോഴ്സുകളൊക്കെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് കൊടുക്കുകയും മലബാറല്ലാത്ത അപ്പുറത്തെ പഴയ തിരുക്കൊച്ചി പ്രദേശങ്ങളിലേക്ക് കൊടുക്കുകയും മലബാറിലേക്ക് ഇത് കുറവായിട്ട് കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ +2 വിദ്യാർത്ഥികളുടെ സീറ്റില്ലായ്മ എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിൽ. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ മലബാറിൽ നിന്ന് കുറേയൊക്കെ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസം മാത്രമല്ല, 10ാം ക്ലാസ് വരെ പഠിക്കൽ മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ മലബാർ ഒന്ന് പച്ച പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത്. കീഴാളർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നൊരു കാലമാണ്. ഇപ്പോൾ മലബാറിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്
പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ അറിയാം. മലബാറിലെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും എടുത്തിട്ടുള്ള പങ്ക്, പ്രത്യേകിച്ച് CH എടുത്തിട്ടുള്ള പങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മലബാറില് പഴയ ബ്രിട്ടീഷ് സംസ്ഥാനമായിരുന്നു മലബാർ. ചില വിഭാഗം ആളുകൾക്ക് മാത്രം, സവർണർക്കും ഒക്കെ മാത്രം, കുറച്ച് തീയന്മാർക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. ഒരു കേരളത്തിന്റെ ഒരു ദുഃഖിതനായ കുട്ടിയാണത്. അപ്പോൾ അങ്ങനെ ഒരു പിന്നാക്കാവസ്ഥ നേരിട്ടിരുന്ന ഒരു കൊളോണിയൽ ഭരണകൂടത്തിന്റെ കീഴിൽ ഒരുപാട് പിന്നാക്കാവസ്ഥയ്ക്ക് തള്ളിയിട്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് മലബാർ. ആ മലബാർ പിന്നീട് ജനകീയ സർക്കാർ വന്നതിന് ശേഷവും മലബാറിന്റെ അവസ്ഥയിൽ ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മലബാറിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വിളക്കൊക്കെ ഒന്ന് തെളിഞ്ഞ് കത്താൻ തുടങ്ങിയത്. എൻ്റെ തൃശ്ശൂരാണ് എൻ്റെ വീടുള്ളത്. പക്ഷെ ആ പ്രദേശങ്ങളിൽ പോലും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ലൈറ്റ് ഇട്ടാൽ പോലും വായിക്കണമെങ്കിൽ നമ്മൾ മണ്ണെണ്ണകൾക്ക് കത്തിച്ചേക്കണം. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥ മലബാറിൽ എന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ പ്രശ്നത്തില് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് മലബാറിനോട് ഉള്ള മലബാറിന്റെ വികാസത്തിന് വേണ്ടി സഹായകരമായിരുന്നു മുസ്ലിം ലീഗിന് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നിന്ന് ലീഗിന് ലഭിക്കുകയാണെങ്കിൽ. ഇപ്പൊ നമ്മള് ഒരു ഇത് നോക്കുക, കോഴിക്കോട് സർവകലാശാല CH ആണ് കൊണ്ടുവരുന്നത്, വികസിപ്പിച്ചെടുക്കുന്നത്. കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള സർവകലാശാല ഒന്നാണ് കോഴിക്കോട് സർവകലാശാല. ഇപ്പോൾ കേരള സർവകലാശാല നമുക്കറിയാം, ഭയങ്കര ജാതീയമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ബലതന്ത്രങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ് എന്നും കേരള സർവകലാശാല. നമ്മൾ ഇത്തരം നിരവധി വാർത്തകൾ കേട്ടിട്ടുണ്ട്. പിന്നെയും കുറേയും കൂടി ഭേദപ്പെട്ട ഒരു രാഷ്ട്രീയവും കുറേ കൂടി ഭേദപ്പെട്ട ഒരു ബലതന്ത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഒക്കെ ഇതുപോലുള്ള. അപ്പം മലബാറിൽ ഇനിയും വികാസം പ്രാപിക്കേണ്ട, വികസിച്ച് വരേണ്ടതായിട്ടുള്ള വികാസ സാധ്യതയുള്ളതെന്ന് കൂടി പറയണം ഒരു സർവകലാശാലയാണ് കോഴിക്കോട്. ഇതിനൊക്കെ വികസിപ്പിക്കാനും ഒക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശക്തിയായി നിന്നിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. അപ്പൊ മുസ്ലിം ലീഗിന് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ആ സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് പലരും പറയുന്നത്. ലീഗിന് ഉന്നത വിദ്യാഭ്യാസം ഏൽപ്പിക്കരുത് എന്നായിരുന്നു. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം എന്തായാലും ഏൽപ്പിക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വി മുരളീധരൻ പത്രസമ്മേളനം നടത്തുന്നു. അതുപോലെ കെ സുരേന്ദ്രൻ, BJP നേതാക്കളായിട്ടുള്ള ഇവരൊക്കെ പത്രസമ്മേളനം നടത്തുക. മുരളീധരൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ഏറ്റവും വലിയ അപകടമാവും എന്നുള്ളതാണ് പറയണത്. മതവർഗീയ പാർട്ടിയായിട്ടുള്ള ലീഗിന് വിദ്യാഭ്യാസം കൊടുത്താൽ അത് വളരെ മോശമായിട്ട് ബാധിക്കും, അതൊരു നിലയ്ക്ക് ചെയ്യാൻ പാടില്ലെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ശശികല ടീച്ചർ പറയുന്നത് ആകെ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ വർഗീയവാദികളാണെന്നാണ് പറയുന്നത്. വർഗീയവാദികൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ വളരെ മോശമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാവാം ഈ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷേ ഒരു സർക്കാരിനും കിട്ടാത്ത ഒരു സ്വീകാര്യത ശരിക്കും വി.ഡി. സതീശൻ സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര നിരാശാജനകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ സർക്കാർ പോയത് എന്നുള്ളത് വളരെ എന്താ പറയുക, നമ്മളെ പോലുള്ള മനുഷ്യർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. തീരുമാനത്തിന് മുമ്പ് തന്നെ മലബാറിലെ ധാരാളം വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇതിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കുണ്ടായി. അതുപോലെ MES-ന്റെ ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ലീഗിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ സമയങ്ങളിലാണ് ഇവിടെ എന്തെങ്കിലും നടന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് മലബാറിലെ മനുഷ്യർ ആ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം MES-നുള്ള ഒരു പ്രാധാന്യം. അങ്ങനെ അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എന്തുകൊണ്ടാവാം ഈ റോജി എം ജോണിന് കൊടുത്തിട്ടുള്ളത്? ഇതിപ്പോ ക്രൈസ്തവ മാനേജ്മെന്റും മുസ്ലിം മാനേജ്മെന്റുകളും തമ്മിലുള്ള ഒരു എന്താ പറയാ വടംവലിയുടെ ഭാഗമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടി. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു, അതായത് ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് കടന്നു വരുന്നത്. ഇതിനൊരു പല ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ ലീഗാണ് UDF-നെ നയിക്കുന്നത് എന്ന് പറയുന്നൊരു നരേഷൻ പലതരത്തിൽ ഇപ്പോൾ സുകുമാരൻ നായരെ പോലുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നു, BJP-ക്കാർ ചെയ്തിരുന്നു. ഈവൻ ഇടതുപക്ഷം തന്നെ ആ ഒരു നരേഷനിലൂടെയാണ് അവരുടെ ദേശാഭിമാനി പത്രത്തിൽ വരെ അതുണ്ടായിരുന്നു. നമ്മളതിനെ കുറിച്ച് വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതി. അപ്പൊ ആദ്യം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, UDF-നെ മൊത്തം നിയന്ത്രിക്കുന്നത് ലീഗാണെന്നാണ്. അടുത്ത ഘട്ടത്തിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ UDF-ല് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നത് ലീഗാണെന്ന് പറയുന്ന മറ്റൊരു നരേഷൻ അടുത്ത ഘട്ടത്തിൽ രൂപപ്പെട്ടു. ഈ രണ്ടും ഒരുമിച്ച് പോകുന്നതിനിടയിലാണ് മറ്റൊരു നരേഷനിലേക്ക് BJP മുൻകൈ എടുത്തുകൊണ്ട് കടന്നു വരുന്നത്. അതിൽ BJP മാത്രമല്ല സുകുമാരൻ നായർ ഉണ്ടായിരുന്നു. ഈ രണ്ട് നരേഷൻ അതിലുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം ഒരു കാരണവശാലും ലീഗിന് കൊടുക്കാൻ പാടില്ല, അത് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഒരു കാരണവശാലും
ഫിഷറീസും ലീഗിന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇത് ഈ രണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരാള് സുകുമാരൻ നായരാണ്. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയാണ്. സംഘപരിവാർ നേതാവായിട്ടുള്ള ശശികല ഈ നിലപാടെടുത്തുകൊണ്ട് ചർച്ച നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു കോഴിക്കോട്, നമ്മുടെ ഈ കോഴിക്കോട് തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് പറഞ്ഞ കാരണങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ ലീഗ് വരികയാണെങ്കിൽ അത് വർഗീയവൽക്കരണത്തിന് കാരണമാവും എന്നാണ് പറയുന്നത്. സുകുമാരൻ നായർ പറയുന്നത് വെച്ചാൽ സമുദായ സമവാക്യങ്ങൾ മറ്റ് ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. ലീഗ് ഇത്ര നാൾ ഭരിച്ചിട്ട് എവിടെയാണ് ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചിട്ടുള്ളത്? സത്യത്തിൽ കേരളത്തിലെ ഒരു പരിധിവരെ വിദ്യാഭ്യാസ മന്ത്രിമാരൊന്നും അങ്ങനെ മോശക്കാരായിരുന്നില്ല. അത് ലീഗിന്റെ ആയാലും മറ്റാളുകൾ മോശക്കാരൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു വാദഗതി ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. ലീഗ് എത്രയോ കാലങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല കേരളത്തിൽ? ഉണ്ടായിട്ടില്ല. അത് ആളുകൾ ഇങ്ങനെ പറയാറുണ്ടെന്നല്ലാതെ അതുപോലെ തന്നെ മറ്റ് ആളുകളും. അപ്പോൾ പൊതുവില് സുകുമാരൻ നായരെ പോലുള്ള ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ലീഗ് വരുന്നതോടുകൂടി ഇതര സമുദായങ്ങൾക്ക് അത് ദോഷകരമായി ബാധിക്കുന്നു. ശശികല പോലുള്ള ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വർഗീയത പടരുമെന്നാണ് പറയുന്നത്. അത് മുരളീധരൻ പറയുന്നുണ്ട്, ശശികല പറയുന്നുണ്ട്, കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഇതാണ് ഒന്ന്. മറ്റൊരു കാര്യം പറഞ്ഞത് ഫിഷറീസ് കൊടുക്കാൻ പാടില്ല. അത് മറ്റൊരു വംശീയമായിട്ടുള്ളൊരു ആർഗ്യുമെന്റ് ആണ്. അതായത് നമുക്കറിയാം, മാറാട് എന്ന് പറയുന്നത് കോഴിക്കോട് അടുത്തുള്ള മാറാട് ഒരു കലാപം നടക്കുന്നുണ്ട്. വലിയൊരു 2 കലാപങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മാറാട് പോലെയുള്ള കാര്യങ്ങൾ ഫിഷറീസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാറാട് പോലെയുള്ള സംഭവങ്ങൾ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നും അത് ആവർത്തിക്കുമെന്നും അതുകൊണ്ട് ഫിഷറീസ് ഇവർ കൊടുക്കാൻ പാടില്ല, ഇവർക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് ഒരു 2 നരേഷനായിട്ട് ഉയർന്നു വന്നത്. അതായത് തീരപ്രദേശത്തെ ജിഹാദി ആക്രമണം ഉണ്ടാകുന്ന ശശികല ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൂടെ പാകിസ്ഥാനിൽ നിന്ന് ബോട്ട് വരുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ജിഹാദി പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് അതായിരിക്കുമല്ലോ. അപ്പൊ ഈ രീതിയിൽ ധാരാളം തീരമേഖല സുരക്ഷിതമല്ല. അതില് ലാറ്റിൻ സഭ അതിലൊരു വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ രീതിയിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വിയോജിപ്പാണ്. കാരണം വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ ഒരുപാട് ആളുകൾ ലാറ്റിൻ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, സഭയിൽപ്പെട്ട ആളുകളൊക്കെ മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഈ മേഖലയിൽ ഇന്ന് ഒരാൾ മന്ത്രിയാവുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ അത് കുറെ കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എങ്കിൽ പോലും സംഘപരിവാറും അതുപോലുള്ള ആളുകളൊക്കെ എടുക്കുന്ന സമീപനം ഒരു വംശീയവാദത്തിന്റെ സമീപനം. അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഇതിന്റെ കാര്യത്തിലും വംശീയവാദപരമായ സമീപനമാണ് എടുക്കുന്നത്. അത് ധീവരസഭ എടുത്തിട്ടുണ്ട്. ധീവരസഭ കുറേയൊക്കെ ഒരു കീഴാള വിഭാഗത്തിൽപ്പെടുന്ന ഒരു സഭയാണ് ധീവരസഭയെങ്കിലും, ഒരു സമുദായമാണെങ്കിലും ധീവരസഭയ്ക്കുള്ളിൽ ധാരാളം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ടെൻഡൻസി കടന്നു വരുന്നതിന്റെ ഭാഗമായിരിക്കാം അവർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. വേറൊരു കാര്യം കണ്ടിപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാനുള്ള അത് സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ നമുക്കറിയാലോ, രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ ചരിത്രം പാഠപുസ്തകങ്ങൾ തിരുത്തി ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ നാണം കെടുത്തുന്ന രീതിയിലുള്ള വിഡ്ഢിതങ്ങളാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് BJP സർക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, സംഘപരിവാര സർക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുമ്പോൾ ഇവിടെ ഒരുപക്ഷെ ലീഗിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതിനൊക്കെ തടസ്സം നേരിടുന്നുള്ള ഒരു ഭയം കൂടെ എനിക്ക് തോന്നുന്നു സുരേന്ദ്രനെ പോലെയും ശശികല ടീച്ചറെ പോലെയും വി മുരളീധരനെ പോലെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. അത്തരം ഒരു ആശങ്കയായിരിക്കും അവരുടെ. പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്, അധികാരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റുന്നതിന്റെ കൂടി മുസ്ലിം വിഭാഗങ്ങളെ, മുസ്ലിം പാർട്ടികളെ, മുസ്ലിം സംഘടനകളെയൊക്കെ, മുസ്ലിം വ്യക്തികളെ ഒക്കെ മാറ്റി നിർത്തുകയും അവരെ അപ്രധാനമായി മാറ്റുക തുടങ്ങിയ ഒരു ഇതിന്റെ ഭാഗമാണത്. അതുപോലെ പ്രചരണ തന്ത്രങ്ങളാണ് ഇതൊക്കെ പ്രൊപ്പഗൻഡയാണ്. അതായത് ലീഗിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊപ്പഗൻഡയാണ്. അത് നമ്മുടെ നാട്ടിൽ എന്തോരം വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ, എത്ര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസം, അപ്പോൾ അതൊന്നല്ലേ പ്രശ്നം. ഇതൊരു പ്രൊപ്പഗൻഡയാണ്. പ്രൊപ്പഗൻഡ വംശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രൊപ്പഗൻഡയാണ്. എന്തായാലും ലീഗിന് ഇനി ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ലീഗിന് തന്നെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതായിരുന്നു. ലീഗിന് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും.